ഐക്യരാഷ്ട്രസഭ ലോക ധ്യാന ദിനമായി ആചരിക്കുന്ന ഡിസംബർ 21 നടക്കുന്ന ധ്യാനത്തിന് ജില്ലയിൽ നിന്ന് 50,000 പേർ പങ്കെടുക്കും. ആർട്ട് ഓഫ് ലിവിംഗ് ആചാര്യൻ ശ്രീ രവിശങ്കർ ധ്യാനത്തിന് നേരിട്ട് നേതൃത്വം നൽകുമെന്ന് ആർട്ട് ഓഫ് ലിവിംഗ് ജില്ലാ ഘടകം സീനിയർ പരിശീലകൻ പി ശശികുമാർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മുൻപരിചയമില്ലാത്തവർക്ക് പരിശീലനം നൽകിയാണ് ധ്യാനത്തിൽ പങ്കെടുപ്പിക്കുന്നത്. ഓൺലൈനിലൂടെ രജിസ്റ്റർ ചെയ്ത ലിങ്ക് വഴിയാണ് ധ്യാനത്തിൽ പങ്കുചേരേണ്ടതെന്നും ശശികുമാർ പറഞ്ഞു. 21-ാം തീയതി വൈകുന്നേരം രാത്രി 8:30 ശ്രീ രവിശങ്കർജി നേരിട്ടാണ് ധ്യാനം നയിക്കുന്നത്. ആളുകൾ ഈ 25 ലക്ഷം ആളുകളെ നേരിട്ടാണ് നയിക്കുന്നത്. അപ്പോൾ അതിൽ പാലക്കാട് ജില്ലയിൽ നിന്ന് നമ്മൾ 50,000 ആളുകളെയാണ് പങ്കെടുപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്, 50,000 ആളുകൾ. അപ്പോൾ ഇതിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു ലിങ്ക് ഉണ്ട്. ആ ലിങ്കിലൂടെയാണ് നമ്മൾ ആളുകൾക്ക് രജിസ്റ്റർ ചെയ്യുന്നത്. ഫ്രീ ആണ്, സൗജന്യമാണ്. ആ ലിങ്കിലൂടെ അല്ലെങ്കിൽ പോയി കഴിഞ്ഞാൽ ധ്യാനം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അവരുടെ പേര്, ഡീറ്റെയിൽസ്, മറ്റ് ഇമെയിൽ ID എല്ലാ ഡീറ്റെയിൽസും അവർക്ക് കൊടുക്കാം. അത് രജിസ്റ്റർ ചെയ്യും. അവർക്ക് ആ ധ്യാനിക്കാനുള്ള ധ്യാനത്തിൻ്റെ ആ സമയത്തേക്കുള്ള ലിങ്ക്, ഓൺലൈനിലായിട്ടുള്ള ലിങ്ക് അവർക്ക് കൊടുക്കും. അവർക്ക് അതിന് ഇമെയിലോ അല്ലെങ്കിൽ വാട്സാപ്പിലായിട്ട് അവർക്ക് കിട്ടും. ആ സമയത്ത് അവർക്ക് ജോയിൻ ചെയ്ത് ഈ ധ്യാനത്തിൽ പങ്കെടുക്കാം. അപ്പോൾ അതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ഇപ്രാവശ്യത്തെ 2025 ഈ വേൾഡ് മെഡിറ്റേഷൻ ഡേയിലെ തീം എന്ന് പറയുന്നത് ഇന്നർ പീസ് ആണ്. ഇന്നർ പീസ് ഗ്ലോബൽ ഹാർമണി എന്നാണ്. അതുപോലെ ചേഞ്ച് ഇൻ വൺ, ചേഞ്ച് ഇൻ മില്യൺസ്, അതാണ് ഇപ്രാവശ്യത്തെ തീമായിട്ട് ഉദ്ദേശിക്കുന്നത്. കാരണം ഒരാളിൽ ആ ഒരു ഇന്നർ പീസ് വരുമ്പോൾ, ആ ഒരു ശാന്തി വരുമ്പോൾ അനേകം ആളുകളിലേക്ക് അത് സ്പ്രെഡ് ചെയ്യും എന്നുള്ളൊരു സന്ദേശം കൂടിയാണ് ഇത്തവണത്തെ വേൾഡ് മെഡിറ്റേഷൻ ഡേയുടെ തീം എന്ന് പറയുന്നത്. അപ്പോൾ അത് ആർക്ക് വേണമെങ്കിൽ പങ്കെടുക്കാം. 16 വയസ്സിന് മുകളിലുള്ള മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റുന്ന ആർക്ക് വേണമെങ്കിൽ പങ്കെടുക്കാം. പിന്നെ ആദ്യമായിട്ട് ചെയ്യുന്ന ആളുകൾക്ക് ഇതിൽ ബിഗിനേഴ്സിനെ ഉദ്ദേശിച്ചുകൊണ്ട് നാളെ മുതൽ 3 ദിവസം അവർക്ക് പരിശീലനം കൂടിയുണ്ട്. അത് പല സമയങ്ങളിലായിട്ട് പരിശീലനമുണ്ട്. അതും ഈ ലിങ്കിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ടൈമിങ്ങും അവർക്ക് കിട്ടും. ടീച്ചർ അഡ്വക്കേറ്റ് എസ് ശാന്തകുമാരി, ജില്ലാ സെക്രട്ടറി സുന്ദർകുമാർ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.